ചോലൻ നായ്ക്കൾ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ നിലമ്പൂർ കരുളായി ഉൾവനത്തിൽ പ്രിയങ്ക ഗാന്ധി എം പി എത്തി. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് പാറക്കെട്ടുകൾക്കും മുകളിലൂടെ കിലോമീറ്ററുകളോളം പ്രിയങ്ക ഗാന്ധി നടന്ന ഈ ഉന്നതിയിലെത്തിയത്. ചോലൻ നായ്ക്കർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിൻ്റെ ഉറപ്പും അവർക്ക് നൽകി. സാഹസികമായി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പ്രിയങ്ക ഗാന്ധി ഉന്നതിയിലെത്തിയത്. കരുളായി ഉൾവനത്തിലാണ് പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കർ താമസിക്കുന്നത്. ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വിനോദ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചോലനായ്ക്കർ ഉന്നതിയിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എം പിയുടെ സന്ദർശനം. ഈ ആദിവാസി വിഭാഗം പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്ന ചാലിയാറിന് കുറുകെയുള്ള പാലം തകർന്നിരിക്കുകയാണ്. ഇവിടെ പാലം വേണമെന്ന ആവശ്യവും താമസിക്കുന്ന കൂരകൾ ശോചനീയാവസ്ഥയിലാണെന്നുള്ള പ്രശ്നവും ആദിവാസി സമൂഹം പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ പറഞ്ഞു. അവയെല്ലാം തന്നെ എം പി കുറിച്ചെടുത്തു. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ശേഷം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും കനോലി പ്ലോട്ടിലും പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനം നടത്തുന്നത്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.